എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു പൊള്ളുന്ന ചൂടിൽ നിന്നും ഒന്ന് കൂളാവാനും അതുപോലെ തന്നെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് വിശപ്പും ക്ഷീണവും ദാഹവും ഒക്കെ മാറാനും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ കുറച്ച് കസ്കസ് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്നത് ചെറുപഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 രസകദളി പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങനെ പഴുത്ത് പോകരുത്, ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം വേണം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നൊരിക്കൽ ഇതിലേക്ക് റോബസ്റ്റ പഴം ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. രസകദളി പഴത്തിന് പകരം റോബസ്റ്റ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 10-15 കശുവണ്ടി ഒരു 10-20 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോർലിക്സിൻ്റെ 5 രൂപയുടെ പാക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാല് 1/2 ലിറ്റർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. തരികളൊന്നും ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/2 ലിറ്റർ തണുത്ത പാല്, അത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതൊന്നുമല്ല കേട്ടോ, സാധാരണ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ആപ്പിൾ മാത്രമല്ല മുന്തിരിങ്ങയോ അതുപോലെ തന്നെ മാതളവോ അതുപോലെ ചെറുപഴം തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ഫ്ലേവറിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രിങ്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പിസ്തയുടെയും അതുപോലെ തന്നെ ഏലക്കയുടെ ഒരു മിക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, ഒരു 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരുപാടായി കഴിഞ്ഞാൽ ചെറിയൊരു കുത്തുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു 3-4 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഈ നോമ്പ് തുറക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.